ഹലോ, ഇന്ന് ഞാൻ വേറൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ചെമ്മീൻ മുരിങ്ങ മാങ്ങാക്കറി. അതിനു വേണ്ടിയുള്ള പച്ചമാങ്ങ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചത് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഒരു മാങ്ങ മുറിച്ച് വെക്കുക, പിന്നെ ഒരു നീണ്ട മുരിങ്ങാക്കോല്, പിന്നെ 2 തക്കാളി പഴുത്തത് എല്ലാം കൂടി നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പ്രോൺസ്, ചെമ്മീൻ അഥവാ കൊഞ്ച് നല്ലോണം ഒരു 250 ഗ്രാംസ് നല്ലോണം വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഈ മാറ്റി വെച്ച പ്രോൺസ്, പിന്നെ നേരത്തെ മുറിച്ച് വെച്ച മാങ്ങ, 2 പഴുത്ത തക്കാളി, പിന്നെ മുരിങ്ങാക്കോല് എല്ലാം കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേമാതിരി മിക്സ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ. പിന്നീട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനിലോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നല്ലോണം തിളപ്പിക്കാം. ഒന്ന് തിളച്ച് കുറുകിയ ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച അരവിനുള്ള പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കാം. ഒരു 1 മിനിറ്റും കൂടി നല്ലോണം തിളപ്പിച്ച് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മുരിങ്ങാക്കോല് മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പം, പിന്നെ പുട്ട് അല്ലെങ്കിൽ പൊറോട്ട, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.